ഗായ്സ് നമുക്ക് അമ്മനോട് ഒരു ഉടുപ്പടിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചേക്കാം. ഡെയിലി വെയർക്ക് പറ്റിയിട്ടുള്ള ഒരു കോട്ടന്റെ ഉടുപ്പടിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചേക്കാം അമ്മനോട്. അമ്മേ അമ്മേ അതെ, കോട്ടന്റെ ഒരു ഉടുപ്പടിച്ചു തരുമോ? ഇപ്പളാ? അല്ല, എൻ്റെ ഒരു പ്രായക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള കോട്ടന്റെ ഡെയിലി വെയറിന്റെ ഒരു ഉടുപ്പടിച്ചു തരുമോ? ഞെറിയൊക്കെ ഇട്ടിട്ട് കോട്ടന്റെ ഏതെങ്കിലും അജറക്ക് പോലെ വരണത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോക്കാം. റണ്ണിങ് എടുക്കട്ടെ? ലൈനിങ് ഇടണ? ലൈനിങ് ഒന്നും വേണ്ട. അതായത് ഇവിടെ ഞെറിയിട്ടിട്ട് കൈ ഇത്രയും റെഫറൻസ് ആണ് ശിവരാജന്റെ ഫോട്ടോയിലെ റെഫറൻസ് വെച്ചിട്ട് അടിച്ചു തരും. സിമ്പിൾ ആണോ? ആ, ഡെയിലി വെയറിനെ പറ്റിയത് നമുക്ക് നോക്കാം. എനിക്ക് അടിക്കണല്ലേ, അപ്പൊ ഒരു വീഡിയോ എടുത്താലോ? ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ. അല്ല, ബിഗിനേഴ്സിനൊക്കെ അതൊരു ഉപകാരല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? കൃത്യമായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ അല്ലേ ഇടണേ? കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. നീ എനിക്ക് പണി തന്നതല്ലേ? ഇത് പ്യൂർ കോട്ടൺ അല്ലേ? അജറക്ക്. അജറക്കല്ലത്. അല്ല, അജറക്കിന്റെ പ്രിന്റ് വരുന്നതാ. കോട്ടൺ അല്ലേ? സോഫ്റ്റ് കോട്ടൺ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ട് ഇടുന്ന സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഒരു 13-14 വയസ്സായ കുട്ടിക്ക് കേട്ടാ, ആ ഒരു അളവിനുള്ളത് നമുക്ക് ഇപ്പൊ തയ്ക്കാം അല്ലേ? 13-14 വയസ്സായ കുട്ടിക്ക്. അപ്പൊ നമ്മളിങ്ങനെ തുണി മടക്കി വെച്ചിട്ട് ചുളുക്ക് വീണിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ബോഡി പാർട്ടിനുള്ള പീസ് ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കട്ടെ കേട്ടോ. എടുക്കല്ലേ? അപ്പൊ ഗായ്സ് നമ്മൾ തേച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ, നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരു 17 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തേക്കണേ കേട്ടോ. 43 സെൻറ്റിമീറ്ററിൽ, 1/2 മീറ്റർ ഇല്ലേ ഈ തുണി വരുന്നത്? 44 സെൻറ്റിമീറ്ററോളം ഉള്ളൂ. 1/2 മീറ്റർ മുറിച്ചിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഞാൻ ഒപ്പം 2 മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു മടക്കും കൂടിയും കൊടുക്കാം. അങ്ങനെ മൊത്തം 4 ഇതാ മടക്കിയിട്ടുണ്ട് കേട്ടോ. വീതിയുള്ള തുണി ആയതുകൊണ്ട് നമുക്കിങ്ങനെ നമുക്ക് മടക്കാൻ പറ്റും. നമുക്കത് ഇതിൽ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് 15 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. പ്ലസ് 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ചേർത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ബോഡിയുടെ ലെങ്ത്ത്, ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 15, അതിലൂടെ 1 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പാണ് കേട്ടോ അത്. നമുക്കിവിടെ ഷോൾഡർ വേണ്ടത് 6 ഇഞ്ചിന് ഷോൾഡർ വേണ്ടത്. പ്ലസ് സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് കൊടുക്കണുണ്ട്. ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് വേണം. അത് പ്ലസ് 6.5, മൊത്തം 7.5 ഇഞ്ച് താഴേക്ക് കേട്ടോ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ 6.5 വന്നിട്ടില്ലേന്ന് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് നമുക്ക് ആം ഹോള് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്ലോപ്പ് കൊടുക്കാനുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നെക്ക് നമ്മൾ ഒരു 2.25 ആണ് നെക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് 1/2 ഇഞ്ചിലേക്ക് സ്ലോപ്പ്. ഇവിടെ വരെ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾക്ക് ബെസ്റ്റ് പാർട്ട്
അവിടെ 9 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മളിത് കറക്റ്റ് മെഷർമെൻറ്റിൽ അടിക്കണതല്ല. ഇതിപ്പോൾ അന്നമോൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുക, അവളുടെ ഏജുള്ള കുട്ടികൾക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് തരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ബോഡി മെഷർമെൻറ്റ് കീപ്പ് ചെയ്യണില്ല. അതായത് നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് ഒരു വ്യക്തിക്ക് അത് വാങ്ങിക്കണം, ഒരു കുട്ടിക്ക് വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഷേപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. 36 ഇഞ്ച് ബെസ്റ്റ് സൈസ് വരും കേട്ടോ അത്. അപ്പോൾ ഒരു 9 ഇഞ്ച് 36 തന്നെയില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ വേസ്റ്റ് ഭാഗം 1/2 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ചിൽ വേസ്റ്റ് കൊടുക്കാം കേട്ടോ. അതും 1 ഇഞ്ച് സീം കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചേർത്ത് വരയ്ക്കാം. ഈ ഒരു ഭാഗം നമുക്കൊരു 1/2 ഇഞ്ച് മുകളിലേക്ക്, ഒരു 3/4 ആയാലും കുഴപ്പമില്ല, ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് ഷേപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ആം ഹോൾ കർവ് വരയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്കെയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആം ഹോൾ കർവ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് നോക്കാം. അതായത് സീം നമ്മൾ സ്ലോപ്പ് വിട്ടേക്കുന്നിടത്തുനിന്ന് താഴേക്കുള്ള സെൻറ്റർ പാർട്ട് നോക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ സ്കെയിലിൻ്റെ ഇവിടെയും ഒരുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് ഡിസ്റ്റൻസ് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ കർവ് വരയ്ക്കണത് കൃത്യമായിട്ടായിരിക്കും കിട്ടുക. ഇത് നമ്മൾ വരച്ചേക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെയാണ് കേട്ടോ. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കുഴിച്ച് വെട്ടണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു 1/2 ഇഞ്ചാണ് ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടേണ്ടത്. അത് ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് വിടാം, ഇവിടെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടി. അപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് നെക്കിൻ്റെ ഭാഗമാണ്. നെക്കിൻ്റെ ഭാഗം ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ക്യാൻവാസ് വെച്ച് അടിച്ച് മറിക്കാം. അതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യണത്, ക്യാൻവാസിൽ അടിക്കാനാണ് തീരുമാനിച്ചേക്കണത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്ര ഭാഗം ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഭാഗത്ത് വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ബാക്ക് പാർട്ടാണ് കേട്ടോ. ഒരുമിച്ച് കട്ട് ചെയ്യാണ്. ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് ഇങ്ങനെ വന്നത് ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുക. ഓക്കെ, അപ്പം ഞാൻ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി. ഇനി നമ്മൾക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടി കൊടുക്കണം. ഒരുമിച്ച് നിങ്ങൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആം ഹോൾ കർവിൻ്റെ അവിടെ ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്ക് പാർട്ടാണ്. അതിന് ശേഷം നമ്മൾ അതിൽ നിന്നൊരു പീസ് ബാക്ക് പാർട്ടിൻ്റെ പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ഭാഗം നമുക്ക് കുഴിച്ചു വെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഇനി മാറിപ്പോണ്ട. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ്, ഇത് ഇപ്പോൾ F എന്ന് ഞാൻ എഴുതിയിടുന്നുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിന് B എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ ക്ലിയർ ആയി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, സ്ലീവിനുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു അളവ് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ആം ഹോൾ കർവ് വരച്ചുല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് നമ്മളിവിടെ സീം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് അളന്ന് നോക്കാം. അപ്പോൾ ഒരു 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക, 8.5 ഇഞ്ച്. ഇത് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമാണ് കേട്ടോ. അതത് നിങ്ങൾ അളന്ന് എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് വെട്ടാന്നുള്ളതാണ്. സ്കേർട്ട് പാർട്ടിനെ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കട്ടെ കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് അളവ് പറഞ്ഞുതരും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബണ്ടിലായിട്ട് ഇരിക്കണതാണ് ഈ മെറ്റീരിയൽ, നമ്മളിവിടെ ഷോപ്പിലുള്ളതാണ്. അപ്പം ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടിന് 28 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് കേട്ടോ. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് കേട്ടോ. അപ്പോൾ 29 ഇഞ്ച് നമുക്ക് വേണം.
അപ്പോൾ ലെങ്ത്ത് കിട്ടിയല്ലോ 29 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഈ വേസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ ഒരു ചെറിയ ഞെറിയാണ്, അതായത് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ഈ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വേസ്റ്റ് റൗണ്ട്, അതായത് ബസ്റ്റ് ഭാഗം നമ്മൾ 9 ഇഞ്ചിൽ കട്ട് ചെയ്തു, 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ 8.5 ഇഞ്ചാണ് നമ്മൾ എടുത്തത്, 1 ഇഞ്ച് സീം കൊടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഈ 8.5 ഇഞ്ച് എന്ന് പറയുന്നത് വൺ സൈഡ്, അതായത് ഇത് നമ്മൾ ഡബിളാക്കിയിട്ടാണല്ലോ മടക്കി വെക്കണത്. ഇപ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാട്ടോ പറയണേ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തുണി ഇങ്ങനെ മടക്കി വെക്കാമല്ലോ. അപ്പോൾ 4-ൽ ഒരു ഭാഗമാണ് ഈ 8.5 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി 4 ഭാഗം കൂടി ചേർന്ന് വരുമ്പോൾ 34 ഇഞ്ച് വരും. അപ്പോൾ 34 ഇഞ്ചിനെ നമ്മൾ 3 കൊണ്ട് വട്ടെടുക്കുക, അതായത് ഗുണിക്കുക. അപ്പോൾ 102 ഇഞ്ചോളം വരും. ഈ 102 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കിട്ടേണ്ടത്. ഈ തുണിയുടെ സ്കേർട്ട് പാർട്ടിൻ്റെ വിഡ്ത്ത് കിട്ടേണ്ടത് 102 ഇഞ്ചാണ്. അതായത് വൺ സൈഡ് ഫ്രണ്ട് പാർട്ട് 51 ഇഞ്ചും ബാക്ക് പാർട്ട് 51 ഇഞ്ചും വീതിയുള്ള തുണി നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും 51 ഇഞ്ച് വീതിയുള്ള തുണി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 28 ഇഞ്ചാണ്. നമുക്ക് വിഡ്ത്ത് വരുന്നത് വൺ സൈഡ് 51 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒരു പീസ് തുണി 4ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിടാം. മടക്കിയിട്ടതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 3.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് ചേർത്ത് നമുക്ക് സീം കൂടി കൊടുത്തിട്ട് 3.5 ഇഞ്ച് പ്ലസ് 1.5 5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് ഒരു 2.25 എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ആം ഹോൾ കർവ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ഒരു 8.5 ഇഞ്ചായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് പിടിക്കുക ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്കത് സ്ട്രൈറ്റ് ലൈനായിട്ട് ഇങ്ങോട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ 4.25 കിട്ടും. നമുക്കതൊന്ന് സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ച് ഫ്രണ്ട് ഭാഗം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓപ്പണിങ് വേണ്ടത് ഒരു 5.25 എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് സീമൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന് ബാക്കിലേക്ക് നമുക്ക് വള്ളി വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ആവശ്യത്തിന് ലെങ്ത്തിൽ ഒരു വള്ളിക്കുള്ളത് മുറിച്ചെടുത്തിട്ട് അതും നമുക്ക് ഇതോടുകൂടി ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതേപോലെ നിങ്ങൾ സെൻറ്റർ ഭാഗമൊക്കെ മാർക്ക് ചെയ്തോളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ആ കുഴിച്ച് മാർക്ക് ചെയ്തേക്കണത് നമുക്ക് കുഴിച്ച് വെട്ടിയെടുക്കണം. നല്ല ഭാഗവും തന്നെ ചേർത്ത് വെക്കണം, കുഴിച്ച് വെട്ടണം. നിങ്ങൾ ഇപ്പം ഞാനത് 2 പീസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഭാഗമായിരിക്കണം ചേർന്ന് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പീസ് മാറിപ്പോവും കേട്ടോ. അപ്പോൾ ദേ കണ്ടോ, ഇത് ഞാൻ ചീത്ത ഭാഗത്താണ് മാർക്ക് ചെയ്തേക്കണത്, ചോക്ക് കൊണ്ട് വരച്ചേക്കണത്. ഇതിൻ്റെ നല്ല വശം വരുന്നത് ഇവിടെയാണ് കേട്ടോ. രണ്ട് സ്ലീവിൻ്റെയും നല്ല ഭാഗം ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെട്ടാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് മാർക്ക് ചെയ്തോടത്ത് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിതുപോലെ ഒരു 3 ഇഞ്ച് ഇതൊരു 3.25 ഉണ്ട് കേട്ടോ. 3 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. 3 ഇഞ്ച് വീതി വരുന്ന 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ മടക്കിയിട്ടേക്കാണ് കേട്ടോ. വള്ളി വയ്ക്കാൻ, ബാക്കിൽ വള്ളി വയ്ക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 34 ഇഞ്ചൊക്കെ മതിയാവും. 30 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇനി എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഷേപ്പ് കട്ട് ചെയ്ത് ഇതിപ്പോൾ 40 ഇഞ്ച് വീതി വരുന്നുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട, എന്താ ആവശ്യമുണ്ട്. വള്ളിക്ക് ഇത്തിരി ലെങ്ത്ത് വേണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഇരിക്കട്ടെ. 40 ഇഞ്ച് വെക്കണ കുഴപ്പമില്ല. കുറച്ച് കട്ട് ചെയ്ത് കളയും. 40 ഇഞ്ച് ശരിക്കും വേണ്ടിയില്ല, ഒരു ലേശം കളയുന്നുണ്ട് കേട്ടോ. ഇപ്പം എത്രയായി? 37 ഇഞ്ചുണ്ട്, സാരമില്ല. ഇനി ഇവിടെ നമ്മളൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു ഷേപ്പ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വള്ളിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് പേപ്പർ ക്യാൻവാസാണ് കണ്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്ത് കണ്ടോ, നോക്കി കാണാൻ പറ്റണ്ടോ, ഒരു വാക്സ് ഉണ്ട്. ഇത് നമ്മൾ ക്ലോത്തിലേക്ക്, ഈ വാക്സ് ഉള്ള ഭാഗം ഇങ്ങനെ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ ഇതവിടെ സ്റ്റിക്കാവും. അപ്പോൾ നമ്മൾ ഈ വാക്സ് ഉള്ള ഭാഗമല്ല, ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ഇത് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തത് 2.25 അപ്പോൾ 2.25 നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് സീം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത്, നെക്ക് ലെങ്ത്ത്
5.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത് എടുക്കുന്നത്. പ്ലസ് 1/2 ഇഞ്ച് സീം അടക്കം 6 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു സ്ക്വയർ ബോക്സ് ആക്കി എടുക്കാം. ഇത് സ്ക്വയർ നെക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 1/2 ഇഞ്ചോളം ഇവിടെ നീക്കി മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടേക്ക് ചെരിച്ചിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ 1 ഇഞ്ച് 4 ഭാഗവും വിട്ട് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലേക്ക് കയറ്റി വരച്ച ഭാഗത്തു നിന്നായിരിക്കണം കേട്ടോ ഈ ഒരു സൈഡ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കിത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രണ്ടിനേക്കാണ്. നമ്മൾ മാറി പോകാതിരിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഫ്രണ്ട് എന്ന് എഴുതിയിടാം. എഫ് എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പടി പോലെ നിങ്ങൾക്ക് ക്ലോത്തിൽ ഇത് അയൺ ചെയ്തെടുക്കുമ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അയൺ ചെയ്തെടുക്കുമ്പോൾ ഇത് അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇവിടെ ഒരു പടി പോലെ വെട്ടുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് വിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 4 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കം 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് റൗണ്ട് നെക്കാണ് കേട്ടോ ബാക്ക് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോൾ വരച്ചില്ലേ, അപ്പോൾ അതുപോലെ ആ കർവ് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഇഷ്ടമുള്ള ആംഗിളിലേക്ക് അത് തിരിക്കാം. എങ്ങനെയാണ് അതിൻ്റെ കുഴി ഭാഗമൊക്കെ നെക്കിൻ്റെ കുഴി കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ആ ആംഗിളിൽ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് സ്പേസ് ഇട്ട് ഇവിടെ എടുക്കുക. അതിലൂടെ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തുടങ്ങാൻ പോവാണ്. നൂലിട്ടുണ്ട്. നൂല് ഇത് കണ്ടോ നിങ്ങൾ, നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ സൈഡ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരിക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ഭാഗവും തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത റോങ് സൈഡാണ്, ക്ലോത്തിൻ്റെ റോങ് സൈഡാണ്. ഇത് നമ്മളൊപ്പം കൃത്യമായിട്ട് തന്നെ മടക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. സെൻറ്റർ ഭാഗം നെക്ക് വരുന്ന ഭാഗമാണിത്. അപ്പോൾ അവിടെ നോച്ചിട്ട് കൊടുത്തു. ഇത് നിവർത്താം. ഇതിൻ്റെ നല്ല ഭാഗം എടുത്തു. ഇനി നമ്മൾ ഈ ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്ത് ഒരു സൈഡ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് തെറ്റാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് അറിയുന്നവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യണ്ട, നേരെ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് തെറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് പിടിപ്പിച്ച് വെക്കുക. ബിഗിനേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് തെറ്റുകൂടാതെ അടിക്കാം. നന്നായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് ഇതൊന്നും ചെയ്യണ്ട, നേരെ ഈ നെക്ക് വെച്ച് അടിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാട്ടിത്തരുന്നു എന്ന് മാത്രം. അതിനുശേഷം നമ്മൾക്കിതാ ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇവിടെ വരുമ്പോൾ കുത്തി നിർത്താം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ വീണ്ടും കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നിർത്താം. സൂചി കണ്ടോ, ഇതാണ് കുത്തി നിർത്താന്ന് പറയുന്നത്. സൂചി അടിയിലേക്ക് ആക്കി വെച്ചിട്ട് ഇത് ഈ പടി പൊക്കിയതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ മൂലയിൽ വരുമ്പോൾ ഇത് ഇവിടെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ ചെയ്യാം. ഇനി നേരെ എന്ത് ചെയ്യണം, ഇതടിച്ച് ഇങ്ങോട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗം 1/4 ഇഞ്ച് സീം വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ കോർണർ ഭാഗം ഇവിടെ സ്റ്റിച്ച് ഉണ്ടെന്ന് ഓർമ്മ വേണം. സ്റ്റിച്ചുമ്പോൾ കൊള്ളാതെ ഇവിടെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണം, ഇത് മറച്ചിടാം. അതിന് ശേഷം ഈ അരികത്തൂടെ കണ്ടോ നല്ല നീറ്റായിട്ട് വയ്ക്കുക കേട്ടോ. വെച്ചു ഇവിടെ എത്തുമ്പോൾ നമ്മൾ കുത്തി നിർത്താൻ മറക്കരുത്. ഇനി അതും കൂടെ തിരിച്ചെടുത്തു. ഓക്കെ, കണ്ടോ.
ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൽ കൂടി ഒരു എടുത്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കെണ്ണു ചെയ്യണ്ട. ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതുപോലെ ബാക്ക് ഭാഗം നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ സൈഡ് ഭാഗം ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് തന്നെ കൊടുക്കുക. ഇതിപ്പോ റൗണ്ട് കൊടുത്തതാ. ഇനി ഇത് നല്ല ഭാഗമാണ് കേട്ടോ ബാക്ക് പാർട്ടിൻ്റെ. ഇത് ഫ്രണ്ട് പീസ് ഇതാ ഈ ക്യാൻവാസിൻ്റെ ഇതിങ്ങനെ നീക്കിയിട്ട് ഇവിടെ ഷോൾഡർ അറ്റാച്ച് ഇൻവൈസിബിൾ ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകും. നല്ല ഭാഗം ഒരുമിച്ച്. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ട് നോക്കിയേ, ഫ്രണ്ടും ബാക്കും നല്ല ഭാഗം ഒരുമിച്ച് വെച്ചേക്കണം. നമ്മളിങ്ങനെ ഇത് ബാക്ക് ഭാഗത്തിൻ്റെ ക്യാൻവാസ് അടിച്ചത് കണ്ട, നെക്കടിച്ചത് അതിങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതാ 1/2 ഇഞ്ചിലൂടെ നമ്മളിവിടെ നിന്ന് കെട്ട് നമ്മുടെ മെഷീനിൽ കെട്ടിട്ട് അടിക്കണം കേട്ടോ നിങ്ങൾ, അല്ലെങ്കിൽ അഴിഞ്ഞു പോവില്ലേ. അതെ കണ്ടോ, ഇതുപോലെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിങ്ങനെ മറച്ചു കണ്ടോ. അതിന് ശേഷം ഈ ഒരു ഭാഗമുണ്ടല്ലോ കണ്ടോ, ഓക്കെ ഇല്ലേ. ഇനി നമുക്ക് ഇതും കൂടി ബാക്ക് വശത്തേക്കാണ് കേട്ടോ വെച്ചേക്കണേ, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം. എന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഐക്കൺ നെയിം ലേബിൾ ഈ നെയിം ലേബിൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതേ ബാക്ക് അടിച്ചു കേട്ടോ, അടിക്കണം കേട്ടോ. കൈ പോയാണ് എൻ്റെ 2 വട്ടമായി ഇപ്പം നമ്മുടെ കയ്യിൽ സൂചി കയറണം. ഇന്നലെ കയറിയില്ല ഒരെണ്ണം. ഇന്നലെ കയറിയില്ലേ ബ്ലൗസ് അടിച്ചപ്പോ കൊണ്ടുള്ളു. ഇനി ഇത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ സ്ലീവ് നമുക്ക് അടിച്ചെടുക്കാം. ഈ അടിഭാഗം കേട്ടോ 1/2 ഇഞ്ചിന്ന് 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ മടക്കുക. അതിന് ശേഷം ഈ അരികത്ത് കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ അരികത്ത് കൂടി പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അടിപ്പ് മാത്രം അടിക്കുന്നത്, അത് ഇതായിട്ട് ഭംഗി ഉണ്ടാവാം. അപ്പോൾ അതേ നിങ്ങൾ നോക്കുക, ഫ്രണ്ട് ബോക്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. സ്ക്വയർ നെക്കാണ് ഫ്രണ്ട്, ബാക്ക് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ്. അപ്പം ഫ്രണ്ട് ഭാഗം മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ഈ സ്ലീവിന് ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ. ആ കുഴിച്ചു വെട്ടിയത് അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. നല്ല വശം ചേർത്ത് ഇത് വയ്ക്കുക. അതായത് സ്ലീവിൻ്റെ നല്ല ഭാഗവും ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ചേർത്ത് ഷോൾഡർ ജോയിൻറ്റ് പോയിന്റിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഷോൾഡറിൻ്റെ അതാവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇതെന്തിനാ ഇങ്ങനെ കൈയുടെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കുഴിച്ച് വെട്ടണേ? അത് ഫ്രണ്ട് പാർട്ട് എല്ലാവരുടെയും നമ്മളെ ബാക്ക് വശം പോലെയല്ല, ബാക്കിലെ കൈക്കുഴി ഭാഗം പോലെയല്ല. അത് ചുളിവൊന്നും കൂടാതെ നമുക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇത്തിരി കുഴിച്ച് നമ്മൾ വെട്ടും. അല്ല വെച്ചാൽ ബാക്ക് വശം ഇത്തിരി വണ്ണം, ഫ്രണ്ട് ഭാഗം ഇത്തിരി ഷേപ്പുമാണ് നമുക്ക് ശരീരത്തിന്. അപ്പം നമ്മളവിടെ കുഴിച്ച് വെട്ടി കളഞ്ഞില്ല വെച്ചാൽ അവിടെ ഒരു ചുളിവ് വരുമ്പോൾ അതൊരു വൃത്തികേടല്ലേ. അപ്പം അതെ നോക്കിട്ടാ, അങ്ങനെ അടിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ വള്ളി അടിക്കണതാട്ടാ, സൈഡ് അടിച്ചിട്ട് മറച്ചെടുക്കണം. നമ്മൾക്ക് ഈ സ്കേർട്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ലേ, ഈ പീസ് ഇതിൽ വെച്ചിട്ട് ചെറിയ ഞെറിയിട്ട് എടുക്കാം. ഒന്നിൽ നിങ്ങൾ ആദ്യം ഈ പീസ് ഞെറിയിട്ടിട്ട് ഇതുമ്മയ്ക്ക് ആവശ്യമായ രീതിയിൽ ഞെറി ആക്കിയതിന് ശേഷം വെച്ചടിക്കുക. അല്ല എങ്കിൽ ഇതുമ്മ തന്നെ വെച്ചടിക്കുക. ഞാൻ ഇപ്പോൾ ഇതുമ്മ വെച്ചടിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നമ്മൾ അത് ഫ്രില്ലിട്ടെടുത്തു കണ്ട, ചെറിയ ഫ്രില്ലിട്ടെടുത്തു. ഇനി നമ്മളേ അത് സൈഡ് കൂട്ടാൻ പോവാം കേട്ടോ. അപ്പം നമ്മുടെ ഈ വള്ളിയില്ലേ സൈഡിൽ വെക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ഇവിടെ വെച്ചൊന്ന് നിങ്ങളൊന്ന് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്ക് കേട്ടോ. ഒന്ന് കടിക്കുമ്പോൾ അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തരണേ. 2 സൈഡിലേക്കും ഉണ്ട്. ആ 2 സൈഡിലേക്കും വെക്കുന്നത് ബാക്ക് പാർട്ടിൽ കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചു. ജസ്റ്റ് ഒന്ന് അവിടെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടിച്ച് പോകുമ്പോൾ അത് തെറ്റുകൂടാണ്ട് അവിടെ തയ്ക്കണം. അതല്ല വെച്ചാൽ നമ്മൾ സൈഡ് പൂട്ടണ സമയത്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റിട്ടുണ്ടോയെന്ന് വെച്ചിട്ട് കേട്ടോ, കൈ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തുണ്ട്. ആ 1 ഇഞ്ച് കൂടെ നമുക്കിത്
അടിവശം വരെ കൂട്ടിയെടുക്കാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. കണ്ടോ, അപ്പോൾ വന്നേനുണ്ടോ? ഇനി ഈ 1 ഇഞ്ചിൽ ഇങ്ങനെ അടിച്ച് അടിയിലേക്ക് അടിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതടിച്ചു. കണ്ടോ, ഇതിൻ്റെ ഇടയിലേ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് അവൾ അനശ്വരരാജൻ്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഫ്രണ്ടിൽ ഒരു പട്ട വെക്കണമായിരുന്നു. ഞാനത് മറന്നു നിങ്ങളുടെ അടുത്ത് പറയാൻ. അപ്പോൾ ആ ഫ്രില്ല് വെച്ച സമയത്ത് ഞാൻ ആ ഒരു പട്ട, വേറെ ഒന്നുമില്ല, 1 ഇഞ്ചിൻ്റെ ഒരു പട്ട വയ്ക്കുക. ഇത് ബട്ടൺസ് കൊടുക്കാനാണ് കേട്ടോ, ഷോ ബട്ടൺ. അത് സോറി, അപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ ഈ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം കേട്ടോ, 1 ഇഞ്ചിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് വളരെ എളുപ്പമല്ലേ? നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ അമ്മ വീണ്ടും ഇടുന്നതായിരിക്കും. ബ്ലൗസിൻ്റെയും പിന്നെ സമയം കിട്ടണതിനനുസരിച്ച്. നമുക്ക് ഷോപ്പിൽ അങ്ങനെ സമയമൊന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇടാനായിട്ട്. അതുപോലെ സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടാ. സമയം കിട്ടുമ്പോൾ തീർച്ചയായും ഇടും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം. നമുക്ക് പുറത്തൊക്കെ വർക്ക് ഉണ്ട്, അതിനിടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. ഇത് എന്നെ കുട്ടി എന്നെ പറ്റിച്ചതാ. ഇന്ന് വേറെ ചെയ്യണതിൻ്റെ ഇടയിൽ, ഇന്ന് കൊടുക്കാനുള്ളതിൻ്റെ ഇടയിൽ, ഇന്നാണെങ്കിൽ ഇവിടെ സ്റ്റാഫും ലീവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം തന്നെ എൻ്റെ അന്നക്കുട്ടിക്ക് ഈ ഒരു ഐഡിയ തോന്നി, എളുപ്പം ചെയ്യാനല്ലേ. 1 മണിക്കൂർ കൊണ്ട് ഉടുപ്പ് കഴിഞ്ഞു. എൻ്റെ 1 മണിക്കൂർ പോയി. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിലാണ് കൊണ്ട് കാണിച്ചത്. നമുക്കിവിടെ ഷോ ബട്ടൺ വയ്ക്കും. അപ്പോൾ വുഡൻ ബട്ടൺ വയ്ക്കണമായിരിക്കും നല്ലത് കേട്ടോ. ഇതല്ലേ പറഞ്ഞത്? ഇന്നത്തെ ഓട്ടത്തിൽ ലുക്ക് അനശ്വരരാജിൻ്റെ മോഡലാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പുണ്ട്. സൂപ്പറായ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടാ. ഗൈസ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഡ്രസ്. ഇത് മുട്ടിന് കുറച്ച് താഴെ വരെ ഉണ്ട്. ആൻഡ് കയ്യിലെ ഇത്രയാണ്. കഴുത്ത് ഫ്രണ്ടിൽ ബോക്സ്, ബാക്കിൽ റൗണ്ട് നെക്കാണ്. നമ്മളിവിടെ ഒരു ചെറിയ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുരുകുരുന്നനെ നേറി 1 മണിക്കൂറുണ്ട് അമ്മ അടിച്ചത്. ബാക്കിലൊരു വള്ളിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഡ്രസ്സ് വരുന്നത്. ഇത് ഏകദേശം 15-16 ആ ഒരു ഏജ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ചേരുന്നല്ല ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. അപ്പം ഇത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയക്കാം.